അന്യായമായി പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടും ജീവനക്കാരുടെ ട്രാൻസ്ഫർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടും മുത്തൂറ്റ് ഫിനാൻസ് ജീവനക്കാർ എറണാകുളത്തെ ഹെഡ് ഓഫീസിന് മുമ്പിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. കഴിഞ്ഞ ജൂലൈ 28-നാണ് മുത്തൂറ്റ് ഫിനാൻസ് കമ്പനിയിലെ ജീവനക്കാരെ മാനേജ്മെന്റ് കേരളത്തിന് പുറത്തും അകത്തുമുള്ള വിവിധ ശാഖകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ജീവനക്കാർ ജോലിയിൽ പ്രവേശിക്കാതിരുന്നതിനെ തുടർന്ന് 50ഓളം പേരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഒരാളെ പിരിച്ചുവിട്ടു. 150ഓളം ട്രാൻസ്ഫറുകളാണ് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത്. ബോണസ് അടക്കമുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് തടഞ്ഞുവച്ചിരിക്കുകയാണ്. 2 തവണ ലേബർ കമ്മീഷന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നു. തൊഴിൽ മന്ത്രി 4 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നു. നവംബർ 3-നാണ് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. കേരള പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് എംപ്ലോയീസ് യൂണിയനിലെ 2500 തൊഴിലാളികളാണ് സമരരംഗത്തുള്ളത്. അതല്ലെങ്കിൽ ഈ സമരത്തിന്റെ യഥാർത്ഥ വശം അവരൊരുപാട് തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അത് ഞങ്ങൾ കൂടി സഹായിച്ചാലേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഞങ്ങൾ തീർച്ചയായും അക്കാര്യങ്ങൾ ആലോചിക്കും.